നമസ്കാരം. ഇന്ന് വായനാ ദിനം. വായനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസ. ഈ വായനാ ദിനത്തിൽ ഏറെ പഴയതല്ലെങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ. എം.ടി. വാസുദേവൻ നായരുടെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് രണ്ടാമൂഴം. മറ്റ് നോവലുകളിൽ നിന്നും എം.ടിയുടെ രണ്ടാമൂഴത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പ്രമേയമാണ്. നാലുകെട്ടും തറവാടുകളുടെയും കഥകൾ പറഞ്ഞിരുന്ന എം.ടി അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പ്രമേയം സ്വീകരിക്കുകയാണ് രണ്ടാമൂഴത്ത്. മഹാഭാരതത്തിലെ പാണ്ഡവരിലെ രണ്ടാമനായ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി തയ്യാറാക്കിയ ഈ നോവൽ എല്ലാ അർത്ഥത്തിലും ക്ലാസിക് കൃതികളിൽ ഉൾപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ്. ഇത് മലയാളത്തിലെന്ന് മാത്രമല്ല ലോക ക്ലാസിക്കുകളിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കൃതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പുരാണത്തിലെയും ഇതിഹാസത്തിലെയും കഥാപാത്രങ്ങളെ അതേപടി പുനരാവിഷ്കരിക്കുമ്പോൾ എം.ടി ഇവിടെ നമുക്ക് ചുറ്റുമുള്ള രണ്ടാമൂഴക്കാരായ, എല്ലാം നഷ്ടപ്പെട്ട, വ്യക്തിപരമായി പലതും നഷ്ടപ്പെട്ട, കുടുംബത്തിലും നാട്ടിലും ജീവിതത്തിലും പലതും നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് ഭീമനെ ചിത്രീകരിക്കുകയാണ്. 1984 പുറത്തിറങ്ങിയ ഈ നോവൽ 1985 വയലാർ അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പുരാണത്തിലെയും ഇതിഹാസത്തെയും അവലംബിച്ച് ധാരാളം കൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭീമൻ എന്ന കഥാപാത്രത്തിന്റെ അമാനുഷിക താരപരിവേഷം ഉപേക്ഷിക്കുകയും അദ്ദേഹത്തെ നമുക്ക് ചുറ്റുമുള്ള സാധാരണ മനുഷ്യർ ഒരാളാക്കി തീർക്കുകയും ചെയ്തതാണ് എം.ടി. വാസുദേവൻ നായർ ഈ നോവലിലൂടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും ഏത് കാലത്തെയും മനുഷ്യരുടെ കഥയാണ് എം.ടി. വാസുദേവൻ നായർ രണ്ടാമൂഴത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. അത് ഈ നോവൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുമെന്ന് ഞാൻ കരുതുന്നു. വായിച്ചവരും വായിക്കാത്തവരും പുതിയ കാഴ്ചപ്പാടിൽ ഈ നോവലിനെ വായിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു.